Hi all, welcome back to Learnino. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ബേസ് ചെയ്തിട്ടുള്ള പ്രാക്ടീസ് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ആക്ച്വലി രണ്ട് പാർട്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് പാർട്ടാണ്. ഇതിൽ എല്ലാ ടോപ്പിക്സും വരുന്ന രീതിയിൽ പ്രോബ്ലംസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് പാർട്ടിലേക്ക് നമുക്ക് പോവാം. സോ ലെറ്റ് us start. Solve the differential equation y double dash minus 8y dash plus 16y equal to 0. അപ്പോൾ നമുക്കറിയാം ഇതെന്ന് പറയുന്നത് y ഡബിൾ ഡാഷ് മൈനസ് 8y ഡാഷ് പ്ലസ് 16y ഈക്വൽ ടു 0. അത് ആദ്യം തന്നെ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ d എന്താണെന്ന് അറിയാലോ. അപ്പോൾ ഇവിടെ y ഡബിൾ ഡാഷ് എന്ന് ഉദ്ദേശിക്കുന്നത് d സ്ക്വയർ y ബൈ ഡി എക്സ് സ്ക്വയർ, അതാണ് ജനറൽ നൊട്ടേഷൻ അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. ഒന്നെങ്കിൽ in terms of differential operator ഇതേപോലെ d square y by dx square ആ ടേംസിൽ ചോദിക്കാം, dy by dx y അങ്ങനത്തെ ടേംസിൽ ചോദിക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ഡബിൾ ഡാഷ് ഡാഷ് അങ്ങനെ ആ ടേംസിലും ചോദിക്കാം. അപ്പോൾ ടേംസ് എന്താണ് മീൻ ചെയ്യണേ അത് ക്ലിയർ ആയി മനസ്സിലാക്കി വെക്കാം. അപ്പോൾ y ഡബിൾ ഡാഷ് മൈനസ് 8y ഡാഷ് പ്ലസ് 16y ഈക്വൽ ടു 0 ഇതാണ് ഇക്വേഷൻ. അപ്പോൾ അതിനെ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഡിഫറൻഷ്യൽ ഓപ്പറേറ്റർ d ആയിട്ട് റീപ്ലേസ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യാനാണ്. അപ്പോൾ d സ്ക്വയർ y ഡബിൾ ഡാഷ് പറയുമ്പോൾ സെക്കൻഡ് ഓർഡർ, അപ്പോൾ d സ്ക്വയർ മൈനസ് 8y ഡാഷ് എന്ന് പറയുമ്പോൾ 8d പ്ലസ് 16 ഹോൾ ഓഫ് y അല്ലെ, ഹോൾ ഓഫ് y ഈക്വൽ ടു 0. ഇതിൽ നിന്ന് ഓക്സിലറി ഇക്വേഷൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ ഓഫ് d, അതായത് ഡിയുടെ എക്സ്പ്രഷൻ അത് ഈക്വൽ ടു 0 കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഓക്സിലറി ഇക്വേഷൻ. അപ്പോൾ നമ്മുടെ ഓക്സിലറി ഇക്വേഷൻ ഇവിടെ എന്താ, d സ്ക്വയർ മൈനസ് 8d പ്ലസ് 16 ഈക്വൽ ടു 0. ഇനി ജസ്റ്റ് ഡിനെ m ആയിട്ട് റീപ്ലേസ് ചെയ്യുക, എന്നിട്ട് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പോൾ ഇവിടെ ഡയറക്റ്റ് അത് അണ്ടർസ്റ്റുഡ് ആണ്, m മൈനസ് 4 ഹോൾ സ്ക്വയർ, അതായത് ഈ ഡിനെ m ആയിട്ട് റീപ്ലേസ് ചെയ്യുക, m സ്ക്വയർ മൈനസ് 8m പ്ലസ് 16 ഈക്വൽ ടു 0. എന്നിട്ട് സോൾവ് ചെയ്ത് കിട്ടുന്ന റൂട്ട്സിൽ എമ്മിൻ്റെ വാല്യൂസ് അത് കണ്ടുപിടിക്കാം. ക്ലിയർ ആയല്ലോ. എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ആ നേച്ചർ ഓഫ് റൂട്ട്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സൊല്യൂഷൻ എഴുതുക. അപ്പോൾ ഇവിടെ നമുക്ക് m സ്ക്വയർ മൈനസ് 8m പ്ലസ് 16 എന്ന് പറയുന്നത് m മൈനസ് 4 ഹോൾ സ്ക്വയറിൻ്റെ എക്സ്പ്രഷനാണ്. ഓക്കെ, അപ്പോൾ m മൈനസ് 4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് കിട്ടി. അങ്ങനെയായിട്ട് റീപ്ലേസ് ചെയ്യാം. ഈ m മൈനസ് 4 ഈക്വൽ ടു ഹോൾ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ m ഈക്വൽ ടു 4 റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്, ശരിയല്ലേ. m മൈനസ് 4 ഈക്വൽ ടു 0, അഗെയിൻ m മൈനസ് 4 ഈക്വൽ ടു 0. സോ 4,4 റിപ്പീറ്റഡ് റൂട്ട്സ് ആണ് കിട്ടിയത്. അപ്പോൾ നമുക്കറിയാം സൊല്യൂഷൻ എങ്ങനെയായിരിക്കും, c1 പ്ലസ് c2 എക്സ് ഇൻറ്റു ഇ റേസ് ടു എം എക്സ്. ഇപ്പോൾ ചില ടെക്സ്റ്റിൽ നൊട്ടേഷൻസ് ഇതേപോലെ c1 എക്സ് പ്ലസ് c2 എന്ന് കൊടുക്കാറുണ്ട്, ചിലതിൽ c1 പ്ലസ് c2 എക്സ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു നിങ്ങൾക്ക് ഫോളോ ചെയ്യുന്നത് ഏതാണ്, അതിൽ ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, സൊല്യൂഷൻ തെറ്റൊന്നുമില്ല കേട്ടോ. അപ്പോൾ c1 പ്ലസ് c2 എക്സ് അല്ലെങ്കിൽ c1 എക്സ് പ്ലസ് c2 അത് ഏതാ ഫോളോ ചെയ്യുന്നത് അത് തന്നെ ഫോളോ ചെയ്തോളൂ, കൺഫ്യൂസ്ഡ് ആവണ്ട. ഇവിടെ c1 പ്ലസ് c2 എക്സ് ഹോൾ ഇൻറ്റു ഇ റേസ് ടു എം എക്സ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ m കിട്ടിയത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ c1 പ്ലസ് c2 എക്സ് ഇൻറ്റു ഇ റേസ് ടു 4x. അപ്പോൾ നമുക്കിവിടെ സ്പെസിഫിക് ആയിട്ടുള്ള വേറെ വാല്യൂസ് ഒന്നും തന്നിട്ടില്ല, ഇനീഷ്യൽ വാല്യൂസോ ബൗണ്ടറി വാല്യൂസോ ഒന്നും തന്നിട്ടില്ല. അപ്പോൾ ചില കേസസിൽ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലംസ് ചോദിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ക്ലിയർ ആയി മനസ്സിലാക്കുക, എന്തെങ്കിലും ആഡ് ഓൺ ഇൻഫർമേഷൻ തന്നിട്ടുണ്ടോ നോക്കാം. അപ്പോൾ ഒന്നും തന്നിട്ടില്ലെങ്കിൽ നമുക്ക് ജനറൽ സൊല്യൂഷൻ വരെ കണ്ടുപിടിച്ചാൽ മതി, അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ ഇവിടെ c1 ആൻഡ് c2 എന്ന് പറയുന്നത് കോൺസ്റ്റൻസ് ആണ്. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും, എന്നിട്ട് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സ്പെസിഫിക് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. Next question, solve d cube y by dx cube minus 2d square y by dx square minus 5dy by dx plus 6y equal to 0. Again d by dx നെ d ആയിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് d cube minus 2d square minus 5d plus 6 whole of y അല്ലേ ഈക്വൽ ടു 0. എന്നിട്ട് ഡിനെ m ആയിട്ട് റീപ്ലേസ് ചെയ്യുക, സെയിം പ്രോസസ്സ് തന്നെ. അപ്പോൾ m ക്യൂബ് മൈനസ് 2m സ്ക്വയർ മൈനസ് 5m പ്ലസ് 6 ഈക്വൽ ടു 0. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ നമുക്ക് m വേണമെങ്കിൽ ട്രയൽ ആൻഡ് എറർ പോലെ, അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഡയറക്റ്റ്ലി സോൾവ് ചെയ്യുകയാണെങ്കിൽ ഓക്കെ അങ്ങനെ ചെയ്തോളൂ, സ്റ്റെപ്സ് സ്കിപ്പ് ചെയ്യരുത്, സ്റ്റെപ്സിന് മാർക്ക് ഉണ്ട്. അപ്പോൾ ഇവിടെ എമ്മിൻ്റെ റൂട്ട്സ് കണ്ടുപിടിക്കാം. അപ്പോൾ ജസ്റ്റ് ട്രയൽ ആൻഡ് എറർ പോലെ ഇവിടെ ഞാൻ m ഈക്വൽ ടു 1 സൊല്യൂഷൻ ആണ്, കാരണം 1 മൈനസ് 2 മൈനസ് 5 പ്ലസ് 6 ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ 1 പ്ലസ് 6 എന്താ 7 ആണ്. ഇനി മൈനസ് 2 മൈനസ് 5 മൈനസ് 7 ആണ്, അപ്പോൾ 7 മൈനസ് 7 നമുക്ക് 0 കിട്ടും. അപ്പോൾ 1 ഒരു റൂട്ടാണെന്ന് മനസ്സിലായി അല്ലേ, m ഈക്വൽ ടു 1 ഇസ് എ റൂട്ട്. ഇനി ഒരു റൂട്ട് കിട്ടി കഴിഞ്ഞാൽ അതർ റൂട്ട്സ് കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു മെത്തേഡാണ്, ഒരു ഈസി മെത്തേഡാണ് കേട്ടോ.
അപ്പോൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക നിങ്ങൾ എക്സ്പ്രഷൻ, അതായത് എങ്ങനെയാണ് ഈ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോളൂ. m³ - 2m² - 5m + 6 = 0. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ. അതിൽ m = 1 ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് 1 എന്ന് പറയുന്നത് ഒരു റൂട്ടാണ് കിട്ടി. അപ്പോൾ ഇവിടെ ഹയർ ടേംസ്, അതായത് m³ m² m പിന്നെ ലാസ്റ്റ് കോൺസ്റ്റന്റ്, അതിൻ്റെ കോഎഫിഷ്യൻസ് ഇവിടെ എഴുതാം ഫസ്റ്റ് റോയിൽ. മനസ്സിലായല്ലോ? ഇവിടെ 1 - 2 - 5 6, 1 - 2 - 5 6, എന്നിട്ട് റൂട്ട് 1 റൂട്ടാണെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ അത് അങ്ങനെ തന്നെ എഴുതാം. ഇനി ജസ്റ്റ് സെക്കൻഡ് റോയിന് നിങ്ങൾ സ്പേസ് വിടുക. ഓക്കെ, ഇത് ഇനിയാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിന് സ്പേസ് വിട്ടിട്ട് 1 - 2 - 5 6 ഞാൻ വൺസ് മോർ എഴുതാം. 1 ആണ് ഒരു റൂട്ട്. ഓക്കെ, ഇനി ഫസ്റ്റ് ടേം എന്താണോ അത് അങ്ങനെ തന്നെ ഇറക്കി എഴുതാം. ഓക്കെ, അപ്പം അതിൻ്റെ താഴെ ജസ്റ്റ് 0 എന്ന് എഴുതിയാൽ മതി. അത് അങ്ങനെ തന്നെ ഈ 1 + 0 എന്ന് പറയുന്നത് ആഡ് ചെയ്തിട്ട് 1 തന്നെ എഴുതാം. ഇനി ഇപ്പോൾ കിട്ടിയ നമ്മുടെ ആ റൂട്ട് ഇപ്പോൾ കിട്ടിയ ടേം മൾട്ടിപ്ലൈ ചെയ്യാം. 1 × 1 1, അത് നെക്സ്റ്റ് എലമെൻറ്റ്, സെക്കൻഡ് റോയിൽ നെക്സ്റ്റ് എലമെൻ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ 1, എന്നിട്ട് ഇത് രണ്ടും ആഡ് ചെയ്യാം. -2 + 1 എന്ന് പറയുന്നത് -1. ഇനി ഈ 1 × -1 ചെയ്ത് കഴിഞ്ഞാൽ -1 കിട്ടും. നെക്സ്റ്റ് റോയിലത്തെ എലമെൻ്റ് ആയിട്ട് എഴുതാം. നെക്സ്റ്റ് എലമെൻ്റ് ആയിട്ട് ഇപ്പോൾ -1. ഇനി -5 + -1 എന്താ? -6. എഗെയിൻ ഈ 1 കൊണ്ട് -6 മൾട്ടിപ്ലൈ ചെയ്യുക. സോ വി ഗെറ്റ് -6. ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ലാസ്റ്റ് ടേം 0. അപ്പോൾ കറക്റ്റ് ആ ലാസ്റ്റ് ടേം നമുക്ക് ഇതുപോലെ 0 ആയി കിട്ടി കഴിഞ്ഞാൽ കറക്റ്റ്ലി ഡിവിസിബിൾ ആയിട്ടാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി എക്സ്പ്രഷൻ എങ്ങനെ എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നതാണ്. സോ ഈ തേർഡ് ഡിഗ്രി ഇക്വേഷനെ നമ്മളിപ്പോൾ റെഡ്യൂസ് ചെയ്യാണ് ചെയ്തത്. കാരണം നമുക്ക് തേർഡ് ഡിഗ്രി ഇക്വേഷനിൽ ഒരു റൂട്ട് കിട്ടി, അത് വെച്ചിട്ട് നമ്മൾ ബാക്കി ടേംസ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി കിട്ടിയ കോഎഫിഷ്യൻസ് വെച്ചിട്ട് m³ ഇക്വേഷനാണ് ആദ്യം ഉണ്ടായിരുന്നത്, അതിനെ നമ്മൾ റെഡ്യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ ജസ്റ്റ് നെക്സ്റ്റ് ലോവർ ഡിഗ്രി ഇക്വേഷനാണ് കിട്ടുക. അപ്പോൾ m² ടേം ഉണ്ടാവും, m ഉണ്ടാവും, കോൺസ്റ്റന്റ് ടേം ഉണ്ടാവും. അപ്പോൾ അത് ഇവിടെ ഫസ്റ്റ് കോഎഫിഷ്യന്റ് m², 1 × m², then -1 × m അല്ലേ? അപ്പോൾ -1 × m, then കോൺസ്റ്റന്റ് -6 = 0. അപ്പോൾ ഇപ്പോൾ നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താ? റെഡ്യൂസ്ഡ് ആയിട്ടുള്ളത് m² - m - 6 = 0. അപ്പോൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ ഈസിയാണ് അല്ലേ? പ്രോഡക്റ്റ് ഇതേപോലെ -6ഉം സമ്മ് -1ഉം, അതായത് -3ഉം 2. -3 + 2 is -1, -3 × 2 is -6. അപ്പോൾ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാൻ പറ്റും. m - 3 × m + 2 = 0. ഓരോന്നും =0 കൊടുത്താൽ നമുക്ക് കിട്ടുന്ന റൂട്ട്സ് എന്താണ്? 3ഉം -2. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ടോട്ടൽ, അതായത് തേർഡ് ഡിഗ്രി ഇക്വേഷൻ ആകുമ്പോൾ 3 റൂട്ട്സ് ഉണ്ടാവും. ഏതൊക്കെ കിട്ടി? ആദ്യമേ 1 കിട്ടി, ഇപ്പോൾ 3n - 2 കിട്ടി. അപ്പോൾ എല്ലാ റൂട്ട്സും റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണല്ലോ. അപ്പോൾ അത് കാരണം ജനറൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് c1e⁻m1x, 3 ടേംസ് ഉണ്ട്. c1e⁻m1x + c2e⁻m2x + c3e⁻m3x. അതിൽ m1 m2 m3 ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ റൂട്ട്സ് 1 3 -2, അത് ഓർഡർ ഒന്നും പ്രശ്നമില്ല കേട്ടോ, നിങ്ങൾക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ c1e⁻1x അതായത് x + c2e⁻3x + c3e⁻−2x. ഇതാണ് ജനറൽ സൊല്യൂഷൻ. ഇനി എടുത്തു പറയാനുള്ളത്, ഈ ജനറൽ സൊല്യൂഷനിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത് അത് ആക്ച്വലി കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ്. ഓക്കെ, ജസ്റ്റ് ജനറൽ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത് അത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ്, അറിഞ്ഞിരിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് y -- 8y = 0. അപ്പോൾ again replace the operator as d. അപ്പോൾ d³ - 8 of y = 0. d നെ m ആയിട്ട് റീപ്ലേസ് ചെയ്യുക. m³ - 8 = 0. അപ്പോൾ ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം, m ന് 2 കൊടുത്തു കഴിഞ്ഞാൽ 2³ എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 8 - 8 becomes 0. അപ്പോൾ m = 2 സാറ്റിസ്ഫൈസ് ദിസ് ഇക്വേഷൻ, അതായത് m = 2 ഒരു റൂട്ടാണ്. അപ്പോൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഞാൻ എക്സ്പ്രഷൻ റെഡ്യൂസ് ചെയ്യാൻ പോകണം, അതർ റൂട്ട്സ് കണ്ടുപിടിക്കാൻ പോകണം. ക്ലിയർ ആയല്ലോ? അപ്പോൾ m³ m² m കോൺസ്റ്റന്റ്, അതിൻ്റെ കോഎഫിഷ്യൻസ് ചെയ്താൽ ഇപ്പോൾ നമ്മുടെ ഇക്വേഷനിൽ m³ - 8 = 0 ഉള്ളൂ. അപ്പോൾ m³ കോഎഫിഷ്യൻ 1 ഉണ്ട്, m²ൻ്റെ m-ൻ്റെയും ടേംസ് ഇല്ല, അപ്പോൾ 0 ആയിട്ട് എഴുതാം. കോൺസ്റ്റന്റിന് -8. ക്ലിയർ ആയല്ലോ? ഇനി ഇപ്പോൾ കിട്ടിയ റൂട്ട് ഏതാ? 2 ആണ്, അത് എഴുതി. ഫസ്റ്റ് ടേമിൻ്റെ താഴെ ഒന്നുമില്ല, 0 ആഡ് ചെയ്തു, 1 + 0 1, 2 × 1 2 കിട്ടി. ഇനി 0 + 2 2 കിട്ടി. 2 × 2 4, അത് ആഡ് ചെയ്തു. അപ്പോൾ 0 + 4 4 കിട്ടി. അഗെയിൻ 2 × 4 8, -8 + 8 നമുക്ക് ലാസ്റ്റ് വൺ 0 കിട്ടി. അപ്പോൾ കറക്റ്റ്ലി ഡിവിസിബിൾ ആയിട്ട് കിട്ടി. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കിട്ടിയ
കോഎഫിഷ്യൻസ് നമ്മുടെ റെഡ്യൂസ്ഡ് എക്സ്പ്രഷൻ ആയിട്ട് എഴുതാം. എം ക്യൂബിന്റെ ഇക്വേഷൻ ആണെങ്കിൽ എം സ്ക്വയർ എം കോൺസ്റ്റന്റ് അങ്ങനെ എക്സ്പ്രഷൻ ആയിട്ട് എഴുതാം. സോ ഇത് എം സ്ക്വയറിന്റെ ഇത് എമ്മിന്റെ ഇത് കോൺസ്റ്റന്റ്. ഓക്കെ, അപ്പോൾ എം സ്ക്വയർ പ്ലസ് 2m പ്ലസ് 4 ഈക്വൽ ടു 0. അപ്പോൾ ഇത് ഇങ്ങനെ കാണുമ്പോൾ ഇത് ജസ്റ്റ് നോക്കിയാൽ തന്നെ അറിയാം ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ് അല്ലേ. അപ്പോൾ അതിന്റെ റൂട്ട്സ് കാണാൻ നമുക്കറിയാം -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അപ്പോൾ അത് വെച്ചിട്ട് ഇതുപോലെ സോൾവ് ചെയ്യുക. റൂട്ട്സ് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടുപിടിച്ചോളൂ. ഇപ്പോൾ -2 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 4 മൈനസ് 16/2. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഇതുപോലെ ഇമാജിനറി, അതായത് കോംപ്ലക്സ് നമ്പേഴ്സ് ആണ്, a പ്ലസ് ib ഫോമിലാണ് കിട്ടുന്നത്. ഓക്കെ, റിയൽ പാർട്ടും ഇമാജിനറി പാർട്ടുള്ള നമ്പർ കോംപ്ലക്സ് നമ്പർ ആയിട്ട് കിട്ടും. ഇപ്പോൾ ഫസ്റ്റ് വൺ നമുക്ക് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ഫോമാണ് കിട്ടിയത് 2. അപ്പോൾ അത് നമ്മൾ c1 e⁻mx ഫോം എഴുതാം. അതിൻ്റെ പോർഷൻ, അതായത് ആ റൂട്ടിന് റിലേറ്റഡ് ആയിട്ടുള്ള സൊല്യൂഷൻ്റെ പാർട്ട് നമ്മൾ c1 e⁻mx ഫോം, m എന്നുള്ളത് 2, അപ്പോൾ c1 e⁻2x ഫോം എഴുതാം. പ്ലസ് ഇനി ബാക്കി -1 കോംപ്ലക്സ് നമ്പർ എന്ന് പറയുമ്പോൾ -1 പ്ലസ് ഓർ മൈനസ് ആണ് അല്ലേ. -1 പ്ലസ് ഓർ മൈനസ് i√3. സോ ഹിയർ നമ്മൾ സാധാരണ ആൽഫ പ്ലസ് ഓർ മൈനസ് i ബീറ്റ ഫോം ആണെങ്കിൽ ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് e⁻α x ഇൻറ്റു c1 കോസ് ബീറ്റ എക്സ് പ്ലസ് c2 സൈൻ ബീറ്റ എക്സ് അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടിയതിൽ ആൽഫ എന്ന് പറയുന്നത് -1ഉം ബീറ്റ എന്ന് പറയുന്നത് √3 ആണ്. അപ്പോൾ അതനുസരിച്ച് ആൽഫനെ റീപ്ലേസ് ചെയ്യുക -1 ആയിട്ട്. അപ്പോൾ e⁻−x ഇൻറ്റു ഇനി ഇവിടെ c1 c2 എല്ലാം എഴുതണ്ടേ, കാരണം ഓൾറെഡി നമ്മൾ c1 ഫസ്റ്റ് റൂട്ടിന് കറസ്പോണ്ടിങ് c1 കോൺസ്റ്റന്റ് എടുത്തു. അപ്പോൾ ഇനി നമ്മൾ ഇതിനെ c2 പിന്നെ c3 ആയിട്ട് എടുക്കുക, അത്രയേ ഉള്ളൂ. ഓക്കെ, റിപ്പീറ്റഡ് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കണ്ട, ഡിഫറെൻറ്റ് കോൺസ്റ്റന്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ c2 ഇൻറ്റു കോസ് ബീറ്റ എക്സിന് പകരം √3x പ്ലസ് c3 സൈൻ √3x. ഇതാണ് സൊല്യൂഷൻ, അതായത് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. y ഡബിൾ ഡാഷ് പ്ലസ് 4y ഡാഷ് പ്ലസ് 5y ഈക്വൽ ടു 0. ഈ ഒരു വാല്യൂ ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം സോൾവ് ചെയ്യണം. ഇനീഷ്യൽ വാല്യൂസ് തന്നിരിക്കുന്നത് y ഓഫ് 0 ഈക്വൽ ടു 2 ആൻഡ് y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു -5. ഫസ്റ്റ് ഓഫ് ഓൾ ഫോം ദ ഓക്സിലറി ഇക്വേഷൻ. റീപ്ലേസ് y ഡബിൾ ഡാഷ് ബൈ d സ്ക്വയർ y ഡാഷ് ബൈ d ആൻഡ് y കീപ് ഇറ്റ് ആസ് ഇറ്റ് ഇസ്. അപ്പോൾ d സ്ക്വയർ പ്ലസ് 4d പ്ലസ് 5 ഹോൾ ഓഫ് y ഈക്വൽ ടു 0. റീപ്ലേസ് d ബൈ m. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്താ, m സ്ക്വയർ പ്ലസ് 4m പ്ലസ് 5 ഈക്വൽ ടു 0. Again it's a quadratic equation. അപ്പോൾ അതിൻ്റെ നോർമൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് റൂട്ട്സ് കണ്ടുപിടിക്കാം. -b പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അതൊന്ന് നമുക്ക് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ -2 പ്ലസ് ഓർ മൈനസ് i കിട്ടും. ഇപ്പോൾ കോംപ്ലക്സ് നമ്പർ കിട്ടി കഴിഞ്ഞാൽ നമുക്കറിയാം e⁻⁴x. ഇവിടെ ആൽഫ എന്ന് പറയുന്നത് -2 ആണ്. ഓക്കെ, ബീറ്റ എന്ന് പറയുന്നത് ഐയുടെ കോഎഫിഷ്യന്റ് 1 ആണ്. സോ e⁻−2x ഇൻറ്റു c1 കോസ് ബീറ്റ എന്ന് പറയുന്നത് 1 തന്നെയാണ്. അപ്പോൾ c1 കോസ് x പ്ലസ് c2 സൈൻ x. ഓക്കെ, ഇനി നമുക്ക് ഇനീഷ്യൽ വാല്യൂസ് കൊടുത്തിട്ട് c1 ആൻഡ് c2 കണ്ടുപിടിക്കണം. അപ്പോൾ എന്തിനാണ് ഈ ഇനീഷ്യൽ വാല്യൂസ് വരുന്നത്? നമുക്കിപ്പോൾ ജനറൽ സൊല്യൂഷനിലെ കോൺസ്റ്റൻസ്, അൺനോൺ കോൺസ്റ്റൻസ്, ആർബിട്രറി കോൺസ്റ്റൻസ് ഉണ്ടാവില്ലേ, അത് സോൾവ് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് എഗെയിൻ ആ കോംപ്ലിമെന്ററി ഫംഗ്ഷനെ മോഡിഫൈ ചെയ്തിട്ട് സ്പെസിഫിക് സൊല്യൂഷൻ കണ്ടുപിടിക്കണം. മനസ്സിലായോ? പെർട്ടിക്കുലർ സൊല്യൂഷൻ, അതായത് പെർട്ടിക്കുലർ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കിട്ടുന്നത്. അപ്പോൾ ഈ c1 ആൻഡ് c2 നമുക്ക് ആദ്യം കണ്ടുപിടിക്കണം. രണ്ട് ഇനീഷ്യൽ വാല്യൂസ് തന്നിട്ടില്ലേ. ഫസ്റ്റ് കേസ് y ഓഫ് 0 ഈക്വൽ ടു 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ y ഓഫ് 0 എന്ന് ഉദ്ദേശിക്കുന്നത് y ഓഫ് x ഈക്വൽ ടു 2, അതായത് എക്സിന് 2 ആണ്. y ഓഫ് x ഈക്വൽ ടു ഒരു വാല്യൂ, അതായത് 2 തന്നിട്ടുണ്ട്. y ഓഫ് 0 ആണ്, ദാറ്റ് ഇസ് x ഈക്വൽ ടു 0. അപ്പോൾ x 0 ആയിരിക്കുമ്പോൾ y 2 ആണ് തന്നിരിക്കും. ഇപ്പം കിട്ടിയ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ജനറൽ സൊല്യൂഷൻ, അതിൽ എക്സിനെ 0 ആയിട്ട് റീപ്ലേസ് ചെയ്യുക, y-നെ 2 ആയിട്ട് റീപ്ലേസ് ചെയ്യുക. ക്ലിയർ ആയല്ലോ? സോ e⁻0 ഇൻറ്റു c1 cos 0 പ്ലസ് c2 sin 0. അപ്പോൾ c2 sin 0 0 ആണ്, c1 cos 0 c1 ആണ്, e⁻0 1 ആണ്. c1 ഇൻറ്റു 1 c1 ഈക്വൽ ടു y ഓഫ് 0 ഇസ് ഗിവൺ ആസ് 2. അപ്പോൾ c1ന്റെ വാല്യൂ നമുക്ക് 2 കിട്ടി. നെക്സ്റ്റ് ഇതേപോലെ നെക്സ്റ്റ് ഇനീഷ്യൽ വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുക? y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു -5 അല്ലേ. അപ്പോൾ y ഡാഷ് ഓഫ് x കാണണം, എങ്കിൽ മാത്രമേ y ഡാഷ് ഓഫ് 0 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ y ഓഫ് എക്സിനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം വിത്ത് റെസ്പെക്ട് ടു x. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ e⁻−2x ഇൻറ്റു c1 cos x പ്ലസ് c2 sin x
അല്ലെ? ഇതാണ് നമുക്ക് കിട്ടിയ ജനറൽ സൊല്യൂഷൻ. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഫസ്റ്റ് പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. അപ്പോൾ e raised to minus 2x ആദ്യം അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. ബ്രാക്കറ്റിലെ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. c1 cos x ന്റെ മൈനസ് c1 sin x ആണ്, c2 sin x ന്റെ c2 cos x ആണ്. ഇനി പ്ലസ് c1 cos x, ഈ ബ്രാക്കറ്റിലെ ടേം അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, എന്നിട്ട് e raised to minus 2x നെ ഡിഫറൻഷിയേറ്റ് ചെയ്യും. അപ്പോൾ മൈനസ് 2 e raised to minus 2x. ക്ലിയർ ആയല്ലോ? എന്നിട്ട് എക്സിനെ 0 ആയിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് y dash of x വന്നത് മൈനസ് 5 ആവും. ഇവിടെ ത്രൂ ഔട്ട് എക്സിന് 0 ആയിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ടേംസ് ഉണ്ടാവുക? സൈൻ 0 ടേംസ് എല്ലാം പോവും അല്ലേ? സൈൻ 0 ടേംസ് പോവും. ഇവിടെ c1 ഉണ്ടാവും. 2 e raised to minus 2 e raised to 0 എന്ന് പറയുന്നത് മൈനസ് 2 c1. ഇവിടെ ഏറ്റവും ഔട്ട്സൈഡ്, അതായത് സെക്കൻഡ് ടേമിൽ മൈനസ് 2 ഇൻറ്റു c1 കിട്ടും. ഫസ്റ്റ് ടേമിൽ ഇതേപോലെ നമുക്ക് c2 ആണ് കിട്ടുക. കാരണം c2 ഇൻറ്റു cos 0 c2 ആണ്. ആൻഡ് e raised to 0 1 വരും. ഫസ്റ്റ് ടേം ഓൾറെഡി 0 ആയി. സോ c2 മൈനസ് 2c1 ഈക്വൽ ടു മൈനസ് 5 കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി ഓൾറെഡി നമുക്ക് c1 2 കിട്ടിയിട്ടില്ലേ? അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. c1 2 ആയിട്ട് റീപ്ലേസ് ചെയ്യുക. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് c2ന്റെ വാല്യൂ മൈനസ് 1 ആയിട്ട് കിട്ടും. അപ്പോൾ ആദ്യം കണ്ടുപിടിച്ച കോംപ്ലിമെന്ററി ഫംഗ്ഷനിൽ c1 ആൻഡ് c2 ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. e raised to minus 2x into 2 cos x മൈനസ് 1 ആണ്, മൈനസ് 1 ആണ് c2 അല്ലെ, മൈനസ് sin x. ഇതാണ് ഫൈനൽ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് 4y double dash minus 8y dash plus 3y equal to 0. Again ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം. y of 0 equal to 1, y dash of 0 equal to 3. അപ്പോൾ ആദ്യം d ആയിട്ട് റീപ്ലേസ് ചെയ്യുക. 4d square minus 8d plus 3 whole of y equal to 0. റീപ്ലേസ് d as m അല്ലെങ്കിൽ റീപ്ലേസ് d by m. അപ്പോൾ നമുക്ക് 4m square minus 8m plus 3 equal to 0 കിട്ടും. ഇതാണ് ഓക്സിലറി ഇക്വേഷൻ. അത് സോൾവ് ചെയ്തിട്ട് റൂട്ട്സ് കാണുക, എമ്മിൻ്റെ വാല്യൂസ് കാണുക. എഗെയിൻ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഹോൾ ബൈ 2a. അപ്പോൾ കറക്റ്റായിട്ട് ഇവിടെ എ ബി സി, എ 4 ആണ്, ബി എന്ന് പറയുന്നത് മൈനസ് 8 ആണ്, സി എന്ന് പറയുന്നത് 3 ആണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുന്നത് 2 പ്ലസ് ഓർ മൈനസ് 1/2. 2 പ്ലസ് ഓർ മൈനസ് 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് വാല്യൂസ് വരും. 2 പ്ലസ് 1/2ഉം 2 മൈനസ് 1/2. അപ്പോൾ നമുക്ക് രണ്ട് റൂട്ട്സ് കിട്ടും. അതായത് 2 പ്ലസ് 1/2 ദാറ്റ് ഇസ് 3/2 ആൻഡ് 2 മൈനസ് 1/2 ദാറ്റ് ഇസ് 1/2. അപ്പോൾ m1 ആൻഡ് m2 കോംപ്ലക്സ് വാല്യൂ അല്ല, റിയൽ നമ്പേഴ്സ് തന്നെയാണ്. അപ്പോൾ 3/2 1/2 കിട്ടി. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ജനറൽ സൊല്യൂഷൻ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കിട്ടും. c1 e raised to, അതായത് റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് ആണ് റൂട്ട്സ് അല്ലെ, റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്സ് ആണ്. അപ്പോൾ നമുക്ക് c1 e raised to m1x plus c2 e raised to m2x എന്ന് എഴുതാം. അപ്പോൾ c1 e raised to 3/2x plus c2 e raised to 1/2x ഇതൊരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. കാരണം നമുക്ക് ഇനീഷ്യൽ വാല്യൂസ് രണ്ടെണ്ണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഈ c1 ആൻഡ് c2നെ കണ്ടുപിടിച്ചിട്ട് ഇവിടെ റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇനീഷ്യൽ കണ്ടീഷൻസ് അപ്ലൈ ചെയ്യാം. y of 0 equal to 1 തന്നിട്ട്, അതായത് x 0 ആയിരിക്കുമ്പോൾ yയുടെ വാല്യൂ 1 ആണ്. സോ നമുക്ക് കിട്ടിയ ഫസ്റ്റ് ഇക്വേഷനിലെ y of x, അതിൽ x ന് 0 കൊടുക്കാം. ഇനി y of 0 എന്ന് പറയുന്നത് 1 തന്നിട്ടുണ്ട്. അപ്പോൾ c1 e raised to 0 plus c2 e raised to 0, അതായത് c1 plus c2 equal to 1. അതാണ് ഇപ്പം നമുക്ക് കിട്ടി. അതായത് y of 0 equal to 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ കിട്ടുന്ന ഒരു ഇക്വേഷൻ. അത് അതർ ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്ത് നോക്കാം. y dash of 0 equal to 3. y dash of 0 3 കൊടുക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ y of x നെ ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് y dash of x കാണും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഫസ്റ്റ് ഇക്വേഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? c1 e raised to 3/2 x നെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ e raised to x അങ്ങനെ തന്നെയാണ് വരിക. പക്ഷേ 3/2 x നെ ഡെറിവേറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 3/2 വരും. എഗെയിൻ നെക്സ്റ്റ് ടേം അതുപോലെ 1/2 ഇൻറ്റു c2 e raised to 1/2x. ക്ലിയർ ആയല്ലോ? ഇനി ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. അതായത് എക്സിന് 0 കൊടുക്കുമ്പോൾ y ഡാഷ് 3. ഓക്കെ, അപ്പോൾ ഇവിടെ LHS നമുക്ക് 3 കിട്ടി. RHS വന്നത് 3/2 c1 e raised to 0, എക്സിന് 0 കൊടുക്കാം, പ്ലസ് 1/2 c2 e raised to 0. അതായത് 3/2 c1 പ്ലസ് 1/2 c2 ഈക്വൽ ടു 3. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 2 കോമൺ ആയിട്ട് എടുത്തിട്ട് ഔട്ട്സൈഡ് എടുത്തിട്ട് RHS കൊണ്ടുപോകാം. സോ വി ഗെറ്റ് 3c1 പ്ലസ് c2 ഈക്വൽ ടു 6. ഇങ്ങനെ ഇക്വേഷൻ എഴുതാം കേട്ടോ. ഇനി ഈ രണ്ട് ഇക്വേഷൻ, അതായത് സെക്കൻഡ് ആൻഡ് തേർഡ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. നിങ്ങൾ ഡയറക്റ്റായി സോൾവ് ചെയ്യുന്ന സ്റ്റെപ്സിന് ഇമ്പോർട്ടൻസ് ഉണ്ട്, ഞാൻ എപ്പോഴും എടുത്ത് പറയുന്നതാണ്. അപ്പോൾ സെക്കൻഡ് ആൻഡ് തേർഡ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ നമ്മുടെ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആണ്.
സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് C1 ആൻഡ് C2 റിലേഷൻഷിപ്പ് കിട്ടും. അതിൽ നിന്ന് C2നെ 1 മൈനസ് C1 എഴുതിക്കൂടാ. അത് എന്നിട്ട് തേർഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആയി? അതാണ് 3/2 C1 പ്ലസ് 1/2 ഇൻറ്റു C2ന് പകരം 1 മൈനസ് C1 റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് C1ന്റെ വാല്യൂ 5/2 കിട്ടും. അപ്പോൾ C1 5/2 കിട്ടി കഴിഞ്ഞാൽ C2 is 1 മൈനസ് C1, അതായത് 1 മൈനസ് 5/2. അപ്പോൾ നമുക്ക് മൈനസ് 3/2 കിട്ടി. അപ്പോൾ ഫൈനൽ സൊല്യൂഷൻ എന്താ? y ഈക്വൽ ടു 5/2 e raised to 3/2x minus 3/2 e raised to 1/2x. Next question. Solve y double dash plus 4y equal to x square using method of undetermined coefficient. Okay. അപ്പോൾ ഇതുപോലെ ചില കേസസിൽ ചില പ്രോബ്ലംസിൽ നിങ്ങളോട് ഏത് മെത്തേഡാണ് അപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് സ്പെസിഫൈ ചെയ്ത് പറയും. അപ്പോൾ നിങ്ങൾ ആ മെത്തേഡ് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ d ആയിട്ട് റീപ്ലേസ് ചെയ്യുക. d സ്ക്വയർ പ്ലസ് 4 ഹോൾ ഓഫ് y ഈക്വൽ ടു എക്സ് സ്ക്വയർ അല്ലേ. അപ്പോൾ RHS പോർഷൻ നമുക്കറിയാം, അത് 0 ഒന്നുമല്ല, നമുക്ക് ഒരു ആൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഡീനെ m ആയിട്ട് റീപ്ലേസ് ചെയ്തു. അപ്പോൾ m സ്ക്വയർ പ്ലസ് 4 ഈക്വൽ ടു 0 ഇതാണ് ഓക്സിലറി ഇക്വേഷൻ. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം. 4നെ RHSൽ കൊണ്ടുപോകാം. അപ്പോൾ m സ്ക്വയർ ഈക്വൽ ടു -4. അപ്പോൾ m എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് ഓഫ് -4 വരും അല്ലേ. സ്ക്വയർ റൂട്ട് ഓഫ് -4 എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എ നെഗറ്റീവ് നമ്പർ എന്ന് പറയുന്നത് എന്താ ഇമാജിനറി ആണ്. അപ്പോൾ 4ന്റെ 2 ആണ്. സോ പ്ലസ് ഓർ മൈനസ്, അത് മാത്രമല്ല സ്ക്വയർ റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് കണ്ടീഷൻ എടുക്കണം. സോ പ്ലസ് ഓർ മൈനസ് 2i, അതായത് 2iയും മൈനസ് 2i ഇതാണ് രണ്ട് റൂട്ട്സ്. അപ്പോൾ ഇവിടെ റിയൽ പാർട്ട് ഇല്ല എന്നേ ഉള്ളൂ. 0 പ്ലസ് ഓർ മൈനസ് 2i. അപ്പോൾ ആൽഫ 0 ആണ്, ബീറ്റ 2 ആണ്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ എന്താ വരിക? ഇ റേസ് ടു ആൽഫ എക്സ്, അതായത് ഇ റേസ് ടു ഇവിടെ ഇപ്പോൾ ആൽഫ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, ആൻഡ് കോസ് ബീറ്റ എക്സ് എന്ന് പറയുന്നത് 2x, ഇവിടെ 2x വരും. സോ ഇ റേസ് ടു 0x എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ C1 cos 2x പ്ലസ് C2 sin 2x ഇതാണ് നമ്മുടെ കേസിൽ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ. അത് ജസ്റ്റ് YC ആയിട്ട് വേണമെങ്കിൽ മെൻഷൻ ചെയ്തോളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതായത് മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് വെച്ചിട്ടാണ് ഇതുവരെ നമ്മൾ സാധാരണ ഇത്രയും നേരം ചെയ്ത പോലെ തന്നെ സോൾവിംഗ് ആണ് ചെയ്തത്. മെത്തേഡ് ഓഫ് അൺഡിറ്റർമിൻഡ് കോഎഫിഷ്യന്റ് വെച്ചിട്ടാണ് ഇത് സോൾവ് ചെയ്യാൻ പോകുന്നത്. നെക്സ്റ്റ് പോർഷൻ നമ്മൾ കണ്ടുപിടിക്കണം പെർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പോൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ട്രയൽ സൊല്യൂഷൻ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ ട്രയൽ സൊല്യൂഷൻ കൺസിഡർ ചെയ്യാൻ എപ്പോഴും കോമൺ ആയിട്ടുള്ള കുറച്ച് ടേംസ് RHSൽ വരുന്നത് എങ്ങനെയാണ് അതിനെ ബേസ് ചെയ്തിട്ട് ട്രയൽ സൊല്യൂഷൻ നമ്മൾ ചൂസ് ചെയ്യണം. അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ആൾജിബ്രൈക് എക്സ്പ്രഷൻ ആണ്. അതായത് x റേസ് ടു n ഫോമിൽ RHSൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ ഇവിടെ പെർട്ടിക്കുലർ സൊല്യൂഷൻ ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. അതായത് a പ്ലസ് bx പ്ലസ് cx സ്ക്വയർ, അതായത് സ്റ്റാർട്ടിങ് ഫ്രം x റേസ് ടു 0 അതിൻ്റെ ഒരു ടേം, അപ്പോൾ a ഉണ്ട്, പ്ലസ് x റേസ് ടു 1ൻ്റെ ഒരു ടേം, അതായത് b, നെക്സ്റ്റ് ഒരു കോൺസ്റ്റന്റ് കൂടെ ഉള്ളത്, പ്ലസ് നെക്സ്റ്റ് വൺ എക്സ് സ്ക്വയറിൻ്റെ ഒരു ടേം c. ഓക്കെ, ക്ലിയർ അല്ല? ഇപ്പോൾ സപ്പോസ് x ആയിരുന്നെങ്കിൽ ഈ രണ്ട് ടേംസ് മാത്രമേ വരുള്ളൂ. ഇതിപ്പോൾ എക്സ് സ്ക്വയർ ആയതുകൊണ്ട് ഇത്രയും ടേംസ് വന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ട്രയൽ സൊല്യൂഷൻ ചൂസ് ചെയ്യണം. അപ്പോൾ എപ്പോഴും നിങ്ങൾ ആ ട്രയൽ സൊല്യൂഷൻ ആ ടേബിൾ ക്ലിയർ ആയി പഠിച്ചു വെക്കുക. നമുക്ക് ഏത് വേണമെങ്കിലും RHSൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ 1-2 മാത്രം പഠിച്ചു വെച്ചിട്ട് കാര്യമില്ല. എല്ലാം ഏറ്റവും കോമൺ ആയി ചോദിക്കുന്നതിൻ്റെ നമ്മൾ ട്രയൽ സൊല്യൂഷൻ എന്താണ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് നന്നായി പഠിച്ചു വെക്കും. അപ്പോൾ YP അതായത് പെർട്ടിക്കുലർ സൊല്യൂഷൻ നമ്മൾ ചൂസ് ചെയ്തത് a പ്ലസ് bx പ്ലസ് cx സ്ക്വയർ. എഗെയിൻ ഞാനിത് നേരത്തെ പറഞ്ഞ പോലെ ചില ടെക്സ്റ്റിൽ ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c എന്നും എടുക്കാറുണ്ട്. ax സ്ക്വയർ പ്ലസ് bx പ്ലസ് c ഇങ്ങനെയും ചൂസ് ചെയ്യാറുണ്ട്. ഇങ്ങനെയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് എല്ലാം സോൾവ് ചെയ്ത് കഴിഞ്ഞിട്ട് കിട്ടുന്ന ഫൈനൽ സൊല്യൂഷൻ കറക്റ്റ് ആയിരിക്കും. വേണമെങ്കിൽ നിങ്ങൾ ഒരെണ്ണം അങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ. അപ്പം നിങ്ങൾ ഏതാണ് നൊട്ടേഷൻസ് ഫോളോ ചെയ്യുന്നത് ഇത് ഒക്കെ എല്ലാം കൂടിയായിട്ട് കൺഫ്യൂസ്ഡ് ആണ്, അത് തന്നെ ഫോളോ ചെയ്യും. നിങ്ങൾക്ക് ഫൈനലി സോൾവ് ചെയ്ത് കിട്ടുന്ന ആൻസർ സെയിം ആയിരിക്കും. അപ്പോൾ YP ഡാഷ്, അതായത് നമുക്ക് ഇനി ക്വസ്റ്റ്യനിൽ ഏതൊക്കെ ടേംസ് ഉള്ളത്? YP ഡാഷ്, അതായത് y ഡാഷ് എന്ന് പറയുന്ന ടേമും ഉണ്ട്, y ഡബിൾ ഡാഷ് എന്ന് പറയുന്ന ടേമും ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ y എന്ന് പറയുന്നത് YP ആയിട്ട് എടുക്കാം. ക്ലിയർ ആയി? അപ്പോൾ YP ഡാഷും കാണണം, YP ഡബിൾ ഡാഷും കാണണം. സോ YP അതായത് പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് a പ്ലസ് bx പ്ലസ് cx സ്ക്വയർ. അപ്പോൾ അതിനെ വൺസ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? എയുടെ ടേം 0 വരും, bxൻ്റെ b, cx സ്ക്വയറിൻ്റെ 2cx. അപ്പോൾ b പ്ലസ് 2cx കിട്ടി. എഗെയിൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ YP ഡബിൾ ഡാഷ് കിട്ടും, 2c ആണ്.
ഇനി നമ്മുടെ ക്വസ്റ്റ്യനിൽ അതായത് y ഡബിൾ ഡാഷ് പ്ലസ് 4y ഈക്വൽ ടു എക്സ് സ്ക്വയറിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ y ഡബിൾ ഡാഷ് നമുക്ക് കിട്ടിയത് 2c ആണ് പ്ലസ് 4 ഇൻറ്റു y എന്ന് പറയുന്നത് yp. ഓക്കെ, 4 ഇൻറ്റു a പ്ലസ് ബി എക്സ് പ്ലസ് സി എക്സ് സ്ക്വയർ ഈക്വൽ ടു ആർ എച്ച് എസിൽ നമ്മുടെ ഇക്വേഷൻ എന്താ എക്സ് സ്ക്വയർ ആണ്. ഓക്കെ, ആർ എച്ച് എസ് ഓൾറെഡി എക്സ് സ്ക്വയർ ആണ്. y ഡബിൾ ഡാഷ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്, പിന്നെ y നമുക്കറിയാം. അപ്പോൾ അതെല്ലാം കറക്റ്റായി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആർ എച്ച് എസ് എക്സ് സ്ക്വയർ ആണ്. ഇത് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുക, അതായത് കോഎഫിഷ്യൻസ് കോമൺ ആയിട്ടുള്ളൊക്കെ ഗ്രൂപ്പ് ചെയ്യുക, കോൺസ്റ്റൻസിൻ്റെ മാത്രം ഗ്രൂപ്പ് ചെയ്യുക, എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഗ്രൂപ്പ് ചെയ്യുക, എക്സ് സ്ക്വയറിൻ്റെയും ഗ്രൂപ്പ് ചെയ്യുക. ഓക്കെ, ഈ ഒരു സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കാം. അത് കഴിഞ്ഞിട്ട് നമ്മളിനി കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യണം. അപ്പോൾ നമ്മുടെ എയിം എന്ന് പറയുന്നത് നമുക്ക് ഈ എ ബി സി കോൺസ്റ്റൻസ് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എൽ എച്ച് എസ് ആൻഡ് ആർ എച്ച് എസ് ടേംസിൽ കോഎഫിഷ്യൻസിനെ കമ്പയർ ചെയ്യാം. അപ്പോൾ ആർ എച്ച് എസിൽ ആകെ കൂടി എക്സ് സ്ക്വയറിന് മാത്രമേ കോഎഫിഷ്യൻറ്റ് 1 ആയിട്ടുള്ളൂ. ബാക്കി എക്സിൻ്റെ ടേംസും ഇല്ല, പിന്നെ കോൺസ്റ്റൻസിൻ്റെ ടേംസും ഇല്ല, 0 ആണ്. സോ ഈ 2c പ്ലസ് 4a കോൺസ്റ്റൻ്റ് ആണ്. അത് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണെങ്കിൽ ആർ എച്ച് എസിലെ ടേം എന്താ 0 ആണ്. പിന്നെ അതുപോലെ എക്സിൻ്റെ ടേം 4b അതും ടേം ആർ എച്ച് എസിലില്ല, അത് 0 ആണ്. ഇനി 4c എന്ന് പറയുന്നത് 1 ആണ്, കാരണം എക്സ് സ്ക്വയറിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ് ആർ എച്ച് എസിൽ. അപ്പോൾ 4c ഈക്വൽ ടു 1 കിട്ടി, അതിൽ നിന്ന് സിയുടെ വാല്യൂ 1/4 കിട്ടി. ഇനി 4b ഈക്വൽ ടു 0 എന്ന് ബിയുടെ വാല്യൂ 0 കിട്ടി. ലാസ്റ്റ് വൺ 2c പ്ലസ് 4a ഈക്വൽ ടു 0ൽ നമുക്ക് സിയുടെ വാല്യൂ 1/4 കിട്ടിയില്ലേ. അപ്പോൾ തിരിച്ചിതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിൽ നിന്ന് എയുടെ വാല്യൂ അതായത് -1/2 ഇൻറ്റു സി ദാറ്റ് ഈസ് 1/4. അപ്പോൾ -1/8 കിട്ടും. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഫൈനലി yp എന്ന് പറയുന്നത് നമുക്ക് -1/8 പ്ലസ് അതായത് a പ്ലസ് ബി എക്സ് പ്ലസ് സി എക്സ് സ്ക്വയർ ആണ്. ബി എന്ന് പറയുന്നത് 0 ആയിട്ടാണ് കിട്ടിയത്. എയുടെ ടേം നമുക്കറിയാം -1/8 പ്ലസ് സി എക്സ് സ്ക്വയർ അതായത് 1/4 എക്സ് സ്ക്വയർ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പോൾ സപ്പോസ് എ എക്സ് സ്ക്വയർ പ്ലസ് ബി എക്സ് പ്ലസ് സി ആണ് കൺസിഡർ ചെയ്തേ വിചാരിക്കും. എന്നിട്ട് എ ബി സി എല്ലാം കണ്ടുപിടിച്ചാലും നിങ്ങൾക്ക് കിട്ടുന്ന സൊല്യൂഷൻ ഇത് തന്നെയായിരിക്കും. ദെർ വിൽ ബി നോ ചേഞ്ച്. അത് 100% ഷുവർ ആണ്. അപ്പോൾ നിങ്ങളത് വിചാരിച്ചിട്ട് കൺഫ്യൂസ്ഡ് ആവണ്ട. ഏതാണ് ഫോളോ ചെയ്യുന്നത് അത് മാത്രം ഫോളോ ചെയ്യുക, കൺഫ്യൂസ്ഡ് ആവണ്ട. അപ്പോൾ ഫൈനൽ സൊല്യൂഷൻ എന്താ, രണ്ട് പാർട്സും കൂടി ആഡ് ചെയ്യുക. കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആദ്യം കിട്ടിയത് yc പ്ലസ് ഇപ്പോൾ കണ്ടുപിടിച്ച പർട്ടിക്കുലർ സൊല്യൂഷൻ. അപ്പോൾ c1 cos 2x പ്ലസ് c2 sin 2x ഇത്രയാണ് കോംപ്ലിമെന്ററി ഫംഗ്ഷൻ yc പ്ലസ് ഇതുപോലെ yp പർട്ടിക്കുലർ സൊല്യൂഷൻ x²/4 അതിങ്ങനെ എഴുതി. ഫസ്റ്റ് ആ പോസിറ്റീവ് ടേം എഴുതി എന്നുള്ളൂ, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. -1/8 ഇതാണ് ഫൈനൽ സൊല്യൂഷൻ. ഇത് എടുത്ത് എഴുതാൻ മറക്കരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോൾവ് y ഡബിൾ ഡാഷ് മൈനസ് 4y ഡാഷ് മൈനസ് 12y ഈക്വൽ ടു 3e⁵5x. അപ്പോൾ എഗെയിൻ സിമിലർ, അതായത് നമ്മൾ ഇതിപ്പോൾ ചെയ്ത പോലെ yc yp കണ്ടുപിടിച്ചിട്ട് ഫൈനലി ആഡ് ചെയ്ത് എഴുതണം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ yc കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ആ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് y ഡബിൾ ഡാഷ് y ഡാഷിനൊക്കെ d ആയിട്ട് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ d² - 4d - 12 ഹോൾ ഓഫ് y ഈക്വൽ ടു 3e⁵5x കിട്ടും. എന്നിട്ട് ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യാം. m² - 4m - 12 ഈക്വൽ ടു 0. അത് സോൾവ് ചെയ്യുക, അതിൽ നിന്ന് നമുക്ക് റൂട്ട്സ് കിട്ടും. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് yc കോംപ്ലിമെന്ററി ഫംഗ്ഷൻ റിയൽ ആൻഡ് ഡിസ്റ്റിങ്ക്റ്റ് അല്ലേ, 6ഉം -2ഉം, c1e⁻6x പ്ലസ് c2e⁻2x കിട്ടും. ഓക്കെ, ഇനി പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതായത് ട്രയൽ സൊല്യൂഷൻ. അപ്പോൾ നമ്മൾ yp ഈക്വൽ ടു ഇവിടെ e⁻⁴ ഫോമാണ് അല്ലേ, e⁻x ഫോമാണ് നമുക്ക് RHS ഉള്ളത്. അതുകൊണ്ട് നമ്മൾ അതിനെ നമുക്ക് ആ കോൺസ്റ്റന്റ് എന്താണോ അതുപോലെ, അതായത് e⁻ax ആണ് ജനറൽ ആയിട്ട് പറയാം. അപ്പോൾ നമ്മൾ ട്രയൽ സൊല്യൂഷൻ എടുക്കേണ്ടത് e⁻ax ആണ്. a ആണ് ആർബിട്രറി കോൺസ്റ്റന്റ്. അപ്പോൾ a ഇൻറ്റു ഈ a പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന RHSലെ എക്സിന്റെ കോയിഫിഷ്യൻ അത് 5 അല്ലേ. അപ്പോൾ a ഇൻറ്റു e⁻5x അതാണ് yp. ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ആവശ്യമുള്ള ടേംസ് എന്തൊക്കെയാണ്? ക്വസ്റ്റ്യനിൽ ആവശ്യമുള്ള ടേംസ് y ഡബിൾ ഡാഷ് ആവശ്യമുണ്ട്, y ഡാഷ് അല്ലേ. എന്തായാലും ഇപ്പോൾ സപ്പോസ് y ഡബിൾ ഡാഷ് ഉള്ളൂ എങ്കിലും നമുക്ക് എന്തായാലും y ഡാഷ് കാണാതെ y ഡബിൾ ഡാഷ് കിട്ടില്ല. ഇപ്പോൾ ഇവിടെ രണ്ട് ടേംസ് ഉണ്ട് ഓൾറെഡി. സോ ഈ ypനെയാണ് നമ്മൾ ഇനി y ഡാഷും y ഡബിൾ ഡാഷും കാണാൻ പോകുന്നത്. എന്നിട്ട് ഈ ഒരു ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇപ്പോൾ yp ഡാഷ് എന്ന് പറയുന്നത്
എ അങ്ങനെ തന്നെ മാറ്റി എഴുതാം. ഇ റേസ് ടു 5x എന്താ വരിക? 5 ഇൻറ്റു ഇ റേസ് ടു 5x. ഇനി ഇതിൻ്റെ എഗെയിൻ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ എഗെയിൻ ഇവിടെ ഒരു 5 വരും അല്ലേ? 5 ഓൾറെഡി ഉണ്ട്, 5a ഓൾറെഡി ഉണ്ട്. ഇ റേസ് ടു 5xൻ്റെ 5 ഇ റേസ് ടു 5x. 5 ഇൻറ്റു 5 is 25. അപ്പോൾ 25a ഇ റേസ് ടു 5x. നമുക്ക് y ഡബിൾ ഡാഷും y ഡാഷും കിട്ടി. ഇനി തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ y ഡബിൾ ഡാഷിനെ റീപ്ലേസ് ചെയ്യുക 25a ഇ റേസ് ടു 5x മൈനസ് 4 ഇൻറ്റു y ഡാഷ് എന്ന് പറയുന്നത് yp ഡാഷ്. ഓക്കെ, 5a ഇ റേസ് ടു 5x മൈനസ് 12 ഇൻറ്റു y അതായത് yp a ഇ റേസ് ടു 5x ഈക്വൽ ടു, ഇത് RHSലെ ടേം അങ്ങനെ തന്നെ എഴുതാം, 3 ഇ റേസ് ടു 5x. ഇനി എന്തെങ്കിലുമൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഗ്രൂപ്പ് ചെയ്യാനുള്ളതൊക്കെ ഗ്രൂപ്പ് ചെയ്യാം. സോ ഇവിടെ നോക്കിയാൽ അറിയാം ഇ റേസ് ടു 5x എല്ലാത്തിലും കോമൺ ആണ്. ജസ്റ്റ് ടേക്ക് ഇറ്റ് ഔട്ട് സൈഡ്. ഓക്കെ, എന്നിട്ട് ബാക്കി ടേംസ് ഗ്രൂപ്പ് ചെയ്യാം. 25a മൈനസ് 20a മൈനസ് 12a. ക്ലിയർ ആയല്ലോ? 25a മൈനസ് 20a മൈനസ് 12a ദാറ്റ് ഇസ് മൈനസ് 7a ഈക്വൽ ടു 3 ഇ റേസ് ടു 5x. രണ്ട് സൈഡിൽ ഇ റേസ് ടു 5xും പ്രോഡക്റ്റ് ഫോമിലാണ്, ക്യാൻസൽ ചെയ്യുക. അപ്പോൾ മൈനസ് 7a ഈക്വൽ ടു ഇവിടെ 3 മാത്രം വരും. ക്ലിയർ ആയല്ലോ? അതിൽ നിന്ന് എയുടെ വാല്യൂ മൈനസ് 3/7 കിട്ടും. അപ്പോൾ therefore yp a ഇൻറ്റു അതായത് മൈനസ് 3/7 ഇൻറ്റു ഇ റേസ് ടു 5x. അപ്പോൾ ഫൈനൽ സൊല്യൂഷൻ y എന്താ? yc പ്ലസ് yp. അതായത് c1 ഇ റേസ് ടു 6x പ്ലസ് c2 ഇ റേസ് ടു മൈനസ് 2x മൈനസ് 3/7 ഇ റേസ് ടു 5x. ഇതാണ് ഫൈനൽ സൊല്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് y ഡബിൾ ഡാഷ് മൈനസ് 3y ഡാഷ് മൈനസ് 4y ഈക്വൽ ടു സൈൻ എക്സ്. അപ്പോൾ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, ഫൈൻഡ് ദ പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട്. അപ്പോൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ പോർഷൻ മാത്രം കണ്ടുപിടിച്ചാൽ മതി. മനസ്സിലായോ? അപ്പോൾ ജസ്റ്റ് ഫൈൻഡ് ദ സൊല്യൂഷൻ അല്ലെങ്കിൽ സോൾവ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഇങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ, അപ്പോൾ ഇതേപോലെ അതായത് RHSൽ ഇങ്ങനെ ടേംസ് വന്നിട്ട് അങ്ങനെ പറയുകയാണെങ്കിൽ നമ്മൾ yc yp ഇതെല്ലാം കണ്ടുപിടിച്ച് ഫൈനലി ആഡ് ചെയ്ത് എഴുതാം അല്ലേ? പക്ഷെ ഇവിടെ ഫൈൻഡ് ദ പെർട്ടിക്കുലർ സൊല്യൂഷൻ ഓഫ് എന്നാണ് എടുത്തു പറഞ്ഞിട്ടുള്ളത്. സോ ആ ഫസ്റ്റ് പോർഷൻ നിങ്ങൾ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് ഇതേപോലെ സ്പ്ലിറ്റപ്പിലോ അല്ലെങ്കിൽ ലോവർ മാർക്സിനോ ചോദിക്കാറുണ്ട്. അപ്പോൾ ക്വസ്റ്റ്യൻ കെയർഫുള്ളായി വായിക്കുക. അല്ല ഇപ്പോൾ നിങ്ങളിപ്പോൾ ചിലപ്പോൾ ഈ കോംപ്ലിമെന്ററി ഫംഗ്ഷൻ ഇരുന്ന് കണ്ടുപിടിച്ച് എഴുതിയിട്ടും കാര്യം ഉണ്ടാവില്ല. കാരണം അത് എഴുതിയാലും എഴുതിയാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല, വെറുതെ ടൈമും പോകും. പെർട്ടിക്കുലർ സൊല്യൂഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ എങ്കിൽ അത് മാത്രം കണ്ടുപിടിക്കാം. അപ്പോൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ yp നമ്മൾ എങ്ങനെ ചൂസ് ചെയ്യേണ്ടത്? സൈൻ എക്സ് കോസ് എക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ a കോസ് എക്സ് പ്ലസ് b സൈൻ എക്സ്. ഓക്കെ, ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഇനി നമുക്ക് ആവശ്യമുള്ള ടേംസ് y ഡബിൾ ഡാഷ് വേണം, y ഡാഷ് വേണം. അപ്പോൾ yp ഡാഷ് കാണാം, ദാറ്റ് ഇസ് മൈനസ് a സൈൻ എക്സ് പ്ലസ് b കോസ് എക്സ് അല്ലേ? ഇനി എഗെയിൻ അത് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മൈനസ് a കോസ് എക്സ്, ഇനി കോസ് എക്സിൻ്റെ മൈനസ് അപ്പോൾ മൈനസ് b സൈൻ എക്സ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഈ ടേംസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫൈനലി yp ഡബിൾ ഡാഷ് yp ഡാഷ് yp ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ yp ഡബിൾ ഡാഷ് yp ഡാഷ് yp ഈക്വൽ ടു സൈൻ എക്സ് ഫോം. അപ്പോൾ അതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എന്നിട്ട് ടേംസ് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ സൈൻ എക്സിൻ്റെ ടേംസും കോസ് എക്സിൻ്റെ ടേംസും ഗ്രൂപ്പ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അപ്പോൾ സൈൻ എക്സിൻ്റെ ഗ്രൂപ്പ് ചെയ്താൽ 3a മൈനസ് 5b കിട്ടും. അതുപോലെ കോസ് എക്സിൻ്റെ മൈനസ് 5a മൈനസ് 3b കിട്ടും ഈക്വൽ ടു സൈൻ എക്സ്. അപ്പോൾ RHSൽ ശ്രദ്ധിക്കേണ്ടത് കോസ് എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 0 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസ് 5a മൈനസ് 3bക്ക് നിങ്ങൾക്ക് 0 കൊടുക്കാം. ഇനി സൈൻ എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ് 1 ആണ്. സോ 3a മൈനസ് 5bക്ക് 1 കൊടുക്കാം. അപ്പോൾ രണ്ട് ഇക്വേഷൻസ് കിട്ടിയില്ലേ? അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എയുടെ വാല്യൂ 3/34, ബിയുടെ വാല്യൂ മൈനസ് 5/34 കിട്ടും. അപ്പോൾ ഫൈനലി പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്താ? a കോസ് എക്സ് അതായത് 3/34 കോസ് എക്സ് പ്ലസ് b സൈൻ എക്സ് ദാറ്റ് ഇസ് മൈനസ് 5/34 സൈൻ എക്സ്. Next question, find a particular solution for y double dash minus 3y dash minus 4y equal to x e raised to x. Okay, അപ്പോൾ y double dash minus 3y dash minus 4y equal to x e raised to x ഉണ്ട്. ഇവിടെ RHS തന്നിരിക്കുന്നത് x e raised to x ആണ്. ഓക്കെ, അഗെയിൻ ക്വസ്റ്റ്യനിൽ പെർട്ടിക്കുലർ സൊല്യൂഷൻ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ, അത് മാത്രം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ട്രയൽ സൊല്യൂഷൻ ചൂസ് ചെയ്യേണ്ടത് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ്, അതായത് എക്സിൻ്റെ ടേമും ഇ റേസ് ടു എക്സിൻ്റെ ടേമും രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട്. അപ്പോൾ ഇ റേസ് ടു എക്സിൻ്റെ ഇ റേസ് ടു എക്സ് തന്നെ എടുത്തു. ഓക്കെ, എ എന്ന് പറയുന്നത് 1 ആണ്. എക്സിൻ്റെ നമ്മൾ ഒന്ന് എക്സ് റേസ് ടു 0 അതിൻ്റെ ഒപ്പം ഒരു കോഎഫിഷ്യൻറ്റും പ്ലസ് ബി ഇൻറ്റു എക്സ് റേസ് ടു 1 അതായത് എ പ്ലസ് ബി എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് രണ്ടിൻ്റെയും കൂടിയിട്ടുള്ള കമ്പൈൻഡ്. ഓക്കെ, രണ്ട് ടേംസും വന്നിട്ടുണ്ടല്ലോ.
അപ്പോൾ അതാണ് ട്രയൽ സൊല്യൂഷൻ എടുക്കേണ്ടത്. ഇനി വൈ പി ഡാഷ്, അതായത് നമുക്ക് വൈ പി ഡബിൾ ഡാഷ് വൈ പി ഡാഷ് ഒക്കെ കാണണം. അപ്പോൾ വൈ പി ഡാഷ് എന്ന് പറയുന്നത് ഈ എ പ്ലസ് ബി എക്സ് ഹോൾ ഇൻറ്റു ഇ റേസ് ടു എക്സ്, ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം, എ റേസ് ടു എക്സ് പ്ലസ് ബി എക്സ് ഇ റേസ് ടു എക്സ് അല്ലേ. ഈ എ ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് അത് തന്നെയായിരിക്കും, ചേഞ്ച് ഒന്നുമില്ല. പ്ലസ് ഇവിടെ ബി ഔട്ട്സൈഡ് എടുത്തിട്ട് എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സിൻ്റെ അത് തന്നെയാണ്, പ്ലസ് ഇ റേസ് ടു എക്സ് ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് എക്സ് 1 ആണ്. അപ്പോൾ അത് കൺസിഡർ ചെയ്യണ്ട. ഇതാണ് നമുക്ക് എക്സ് ഇ റേസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് ആയിട്ട് വരും. ക്ലിയർ ആയല്ലോ. അപ്പോൾ അതാണ് ഇവിടെ ഫസ്റ്റ് വൈ പി ഡാഷ് കിട്ടിയിട്ടില്ല. എന്നിട്ട് ജസ്റ്റ് ഞാൻ ഗ്രൂപ്പ് ചെയ്ത് എഴുതിയെന്നുള്ളൂ, ഇ റേസ് ടു എക്സിൻ്റെ എക്സ് ഇ റേസ് ടു എക്സിൻ്റെ. അത് നിങ്ങൾ ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഇപ്പോൾ എഴുതി കൺഫ്യൂസ്ഡ് ആവണ്ട. ലാസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന പ്രോബ്ലം അല്ലേ, ആ എക്സ്പ്രഷൻ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല. അപ്പോൾ ഈ ഗ്രൂപ്പ് ചെയ്തിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഓക്കെ. ഇനി വൈ പി ഡബിൾ ഡാഷ് അത് കണ്ടുപിടിക്കാൻ കുറച്ചും കൂടി എക്സ്പാൻഡഡ് ഫോം തന്നെയാണ് നല്ലത്, ഓരോ ടേംസ്. ഇപ്പോൾ ഈ എക്സ് ഇ റേസ് ടു എക്സിൻ്റെ നേരത്തെ നമ്മൾ ചെയ്തു, ഇത് തന്നെയാണ്. അപ്പോൾ എക്സ് ഇ റേസ് ടു എക്സ് പ്ലസ് ഇ റേസ് ടു എക്സ്. ഇനി ഇ റേസ് ടു എക്സിൻ്റെ ഇ റേസ് ടു എക്സ് വരും, പ്ലസ് എ ഇ റേസ് ടു എക്സിൻ്റെ സെയിം വരും. ഇനി ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ ഇ റേസ് ടു എക്സിൻ്റെ കോഎഫിഷ്യൻ എ പ്ലസ് 2b, എക്സ് ഇ റേസ് ടു എക്സിൻ്റെ ബി. ഇനി നമ്മൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഇത് അങ്ങനെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, വൈ പി ഡാഷ് വൈ പി ഡബിൾ ഡാഷ് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ക്ലിയർ ആയല്ലോ. എന്നിട്ട് ഇ റേസ് ടു എക്സിൻ്റെ കോഎഫിഷ്യൻസ് ഗ്രൂപ്പ് ചെയ്യാം. നിങ്ങൾ ജസ്റ്റ് ആ ബ്രാക്കറ്റ്സ് എല്ലാം ഓപ്പൺ ചെയ്ത് ആഡ് ചെയ്യാം കേട്ടോ, എ ബി കോഎഫിഷ്യൻസ് ഒക്കെ. അതുപോലെ എക്സ് ഇ റേസ് ടു എക്സിൻ്റെ കോഎഫിഷ്യൻ ഗ്രൂപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് -6a മൈനസ് ബിയും -6b. ഇനി ആർ എച്ച് എസിൽ എക്സ് ഇ റേസ് ടു എക്സ് അങ്ങനെ തന്നെ എഴുതാം. ഇനി നമ്മൾ കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യാൻ പോകണം. ക്ലിയർ ആയല്ലോ. കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യുമ്പോൾ എക്സ് ഇ റേസ് ടു എക്സിൻ്റെ ആർ എച്ച് എസിൽ 1 ആണ്, എൽ എച്ച് എസിൽ -6b ആണ്. സോ വി ഗോട്ട് -6b = 1. അതിൽ നിന്ന് ബിയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ട് -1/6. അടുത്തത് -6a മൈനസ് ബി, അത് ഇ റേസ് ടു എക്സിൻ്റെ കോഎഫിഷ്യൻ ആണ്. ആർ എച്ച് എസിൽ ഇ റേസ് ടു എക്സിൻ്റെ കോഎഫിഷ്യൻ 0 ആണ്. അപ്പോൾ -6a മൈനസ് ബി = 0. ദാറ്റ് ഈസ് a = b/-6a. അതിൽ b എന്ന് പറയുന്ന വാല്യൂ -1/6 ആണ്. സോ വി ഗെറ്റ് 1/36. ക്ലിയർ ആയല്ലോ. എയും ബിയും കിട്ടി. ഫൈനലി പെർട്ടിക്കുലർ സൊല്യൂഷൻ എന്താ, a പ്ലസ് ബി എക്സ് അല്ല, അതായത് 1/36 പ്ലസ് ബിക്ക് പകരം -1/6x ഇൻറ്റു ഇ റേസ് ടു എക്സ്. നെക്സ്റ്റ് പ്രോബ്ലം അഗെയിൻ ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം ആണ്. y ഡബിൾ ഡാഷ് പ്ലസ് 3y = 18x² സോൾവ് ചെയ്യണം. ഗിവൺ y ഓഫ് 0 = -3, y ഡാഷ് ഓഫ് 0 = 0. ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇവിടെ അഗെയിൻ നമുക്ക് ആർ എച്ച് എസ് ടേം നോൺ സീറോ ആയതുകൊണ്ട് ട്രയൽ സൊല്യൂഷൻ ഒക്കെ കൺസിഡർ ചെയ്യേണ്ടി വരും. 2 പാർട്സ് ഉണ്ടാവും സൊല്യൂഷൻ അല്ലേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ d² + 3 ഹോൾ ഓഫ് y = 18x². അതിൽ നിന്ന് ഓക്സിലറി ഇക്വേഷൻ ഫോം ചെയ്യാം. m² + 3 = 0. അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് m = ±i√3 കിട്ടും. 3 ആർ എച്ച് എസിൽ കൊണ്ടുപോയാൽ -3 വരും. അപ്പോൾ m എന്ന് പറയുന്നത് √−3 ആണ്. √−1 വന്നുകൊണ്ട് i വരും. ഓക്കെ, റൂട്ട് വന്നതുകൊണ്ട് ±√3 അങ്ങനെ തന്നെ എഴുതാം. ഓക്കെ, അപ്പോൾ ഫൈനലി കോംപ്ലിമെന്ററി ഫംഗ്ഷൻ yc = e റേസ് ടു, അപ്പോൾ ഇവിടെ ആൽഫ ടേം ഇല്ല, 0 ആണ്. ആൽഫ 0ഉം ബീറ്റ എന്ന് പറയുന്നത് √3 ആണ്. ക്ലിയർ ആയല്ലോ. അപ്പോൾ e റേസ് ടു ആൽഫ എക്സ്, അതായത് e റേസ് ടു 0x ഇൻറ്റു c1 cos √3x പ്ലസ് c2 sin √3x, അതായത് ഈ ഒരു ടേം 1 ആയിരിക്കും. സോ c1 cos √3x പ്ലസ് c2 sin √3x ആണ് കോംപ്ലിമെന്ററി സൊല്യൂഷൻ. നെക്സ്റ്റ് ഇനി പെർട്ടിക്കുലർ സൊല്യൂഷൻ കണ്ടുപിടിക്കണം അല്ലെ, വൈ പി. സോ ആർ എച്ച് എസിൽ 18 × x² ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ x റേസ് ടു n വരുമ്പോൾ x² ആണ് തന്നിരിക്കുന്നത്. സോ വി മസ്റ്റ് കൺസിഡർ x റേസ് ടു 0ൻ്റെ, x റേസ് ടു 1ൻ്റെ, x റേസ് ടു 2ൻ്റെ. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് പറയണമെന്നുള്ളൂ. സോ a പ്ലസ് ബി എക്സ് പ്ലസ് സി x², ഇതാണ് നമ്മൾ പെർട്ടിക്കുലർ സൊല്യൂഷൻ ആയിട്ട് ചൂസ് ചെയ്യേണ്ടത്. 18 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്, അത് അങ്ങനെ തന്നെ എഴുതണം. ഓക്കെ, സോ ഇനി വൈ പി ഡാഷ് കാണാം. അപ്പോൾ ബി പ്ലസ് 2cx കിട്ടും. വൈ പി ഡബിൾ ഡാഷ് എന്തായിരിക്കും, അപ്പോൾ 2c ആണ്. ക്ലിയർ ആയാലും 2c. ഇനി നമ്മൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വൈ പി ഡബിൾ ഡാഷും വൈ പി ഡാഷും. ഓക്കെ, അപ്പോൾ വൈ പി ഡാഷ് എന്നുള്ള ടേം ഇല്ല അല്ലേ, കാരണം y ഡബിൾ ഡാഷ് പ്ലസ് 3y = 18x² ആണ്. അപ്പോൾ നമുക്ക് വൈ പി ഡബിൾ ഡാഷും പിന്നെ വൈ പി അത് മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 2c പ്ലസ് 3 ×
a plus bx plus cx square equal to 18x square. ഇനി കോഎഫിഷ്യൻസ് കമ്പയർ ചെയ്യാം. അപ്പോൾ RHSലെ x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് 18 ആണ്. സോ LHSലെ x സ്ക്വയറിന്റെ കോഎഫിഷ്യന്റ് എന്താ വരിക നോക്കാം. ഇവിടെ ഇപ്പോൾ എക്സ് സ്ക്വയറിന്റെ ടേം വരുന്നത് 3 ഇൻറ്റു സി ആണ് അല്ലേ. ആക്ച്വലി 3c ഈക്വൽ ടു 18, അപ്പോൾ c ഈക്വൽ ടു 6 നമുക്ക് കിട്ടും. ഇനി ബാക്കി ടേംസ് എന്തൊക്കെയാണ് വരിക നോക്കാം. നെക്സ്റ്റ് 2c പ്ലസ് 3a, അതായത് കോൺസ്റ്റന്റ് ടേംസ് ഏതൊക്കെയാണ് 2cയും 3aയും അല്ലേ. RHSൽ കോൺസ്റ്റന്റ് ടേം 0 ആണ്. അപ്പോൾ 2c പ്ലസ് 3a ഈക്വൽ ടു 0. ആൻഡ് വൺസ് മോർ, അതായത് എക്സിന്റെ കോഎഫിഷ്യന്റ് RHSൽ 0 ആണ്. ഇവിടെ 3 ഇൻറ്റു ബി ആണ്. അപ്പോൾ 3b ഈക്വൽ ടു 0 എന്ന് b ഈക്വൽ ടു 0 കിട്ടി. സോ ബിയുടെ വാല്യൂ നമുക്ക് 0 കിട്ടി അല്ലേ. ബിയുടെ വാല്യൂ 0 കിട്ടി ആൻഡ് സിയുടെ വാല്യൂ 6 കിട്ടി. ഇനി എയുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ. എ എന്ന് പറയുന്നത് -4 കിട്ടും. അപ്പോൾ yp എന്ന് പറയുന്നത് -4 പ്ലസ് 6x സ്ക്വയർ കിട്ടും. കാരണം b 0 ആണ്. അപ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് 0 ആയപ്പോൾ എക്സിന്റെ ടേം ഇല്ല. ഇനി ജസ്റ്റ് റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ 6x സ്ക്വയർ -4 എന്ന് എഴുതാം. എഴുതിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ y ഈക്വൽ ടു ഫൈനലി yc പ്ലസ് yp. ഇപ്പോൾ yc നമുക്ക് ആദ്യം കിട്ടിയത് എഴുതുക പ്ലസ് yp ഇപ്പോൾ കണ്ടുപിടിച്ചത്. ഇതൊരു ഇക്വേഷൻ ആയിട്ട് മാർക്ക് ചെയ്യുക. ഇതാണ് ഫൈനൽ ജനറൽ സൊല്യൂഷൻ. ഫൈനൽ സൊല്യൂഷൻ ആയിട്ടില്ല. ഇനി നമുക്ക് ഇനീഷ്യൽ വാല്യൂസ് അപ്ലൈ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ എടുക്കുക. y ഓഫ് 0 ഈക്വൽ ടു -3. അതായത് ഇപ്പോൾ കിട്ടിയ ഫസ്റ്റ് ഇക്വേഷൻ അല്ലേ, അതിൽ എക്സിന് 0 കൊടുക്കാം. എന്നിട്ട് y ഓഫ് 0ന് -3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ LHSൽ y ഓഫ് 0 ഈക്വൽ ടു, അതായത് -3 ഈക്വൽ ടു, RHSൽ നമ്മൾ എക്സ് എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ 0 കൊടുക്കാം. ക്ലിയർ ആയല്ലോ. അപ്പോൾ sec1 cos 0 പ്ലസ് c2 sin 0 പ്ലസ് 6 ഇൻറ്റു 0 -4. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് c1 സോൾവ് ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് വാല്യൂ കിട്ടും. c1 1 കിട്ടും. ഇനി നെക്സ്റ്റ് ഇനീഷ്യൽ കണ്ടീഷൻ അപ്ലൈ ചെയ്യാം. y ഡാഷ് ഓഫ് 0 ഈക്വൽ ടു 0. y ഡാഷ് കാണാൻ ഫസ്റ്റ് ഇക്വേഷനില്ലേ y, അത് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അപ്പോൾ y ഡാഷ് ഓഫ് x കിട്ടും -√3 c1 sin √3x, അതായത് cos √3x-നെയാണ് മൈനസ് sin √3x ഇൻറ്റു √3. ഇപ്പോൾ √3 കോഎഫിഷ്യൻ്റ് ആയിട്ട് ഫ്രണ്ടിൽ തന്നെ എഴുതി. പ്ലസ് ഇനി സൈനിൻ്റെ കോസ് ആണ്, പിന്നെ √3 മൾട്ടിപ്ലൈ ചെയ്തെഴുതി. അപ്പോൾ √3 c2 cos √3x പ്ലസ് 12x. ക്ലിയർ ആയല്ലോ. therefore y ഡാഷ് ഓഫ് 0, ഇനി എക്സിന് 0 കൊടുത്തിട്ട് y ഡാഷ് ഓഫ് 0 ഓൾറെഡി 0 തന്നിരിക്കണം. സോ 0 ഈക്വൽ ടു, RHSൽ എല്ലാ എക്സിനും 0 കൊടുക്കാം. അപ്പോൾ എഗെയിൻ നമുക്ക് ഇവിടെ കിട്ടുന്നത് √3 c2 ഈക്വൽ ടു 0 ആണ്. കാരണം ഇവിടെ √3 c2 മാത്രമേ വരുള്ളൂ. ആൻഡ് LHSൽ 0 ആണ്. ബാക്കി ടേംസ് എല്ലാം 0 ആയിപ്പോകും അല്ലേ. അപ്പോൾ c2യുടെ വാല്യൂ 0 കിട്ടി. ഇനി c1 1ഉം c2 0 നമ്മുടെ ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് y ഓഫ് x ഫൈനൽ സൊല്യൂഷൻ എന്താ കിട്ടുക. cos √3x പ്ലസ് 6x സ്ക്വയർ -4. അതർ ടേം 0 ആയിപ്പോകും, കാരണം c2ന്റെ ടേം 0 ആയിപ്പോകും. cos √3x പ്ലസ് 6x സ്ക്വയർ -4 ആണ് ഫൈനൽ സൊല്യൂഷൻ.